പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ബിപിക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് മരുന്ന് വെച്ച് ആ ബിപി നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ഒരു മരുന്നും ബിപി ക്യൂർ ചെയ്യാനായിട്ട് ഉള്ളതായിട്ട് അംഗീകരിക്കുന്നില്ല. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സർക്കാരും ഗവൺമെൻറ്റും റെഗുലേഷൻസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ മരുന്ന് കഴിച്ച് ബിപി മാറി എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് ഇതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ബിപി കഴിച്ച ആരുടെയും മരുന്ന് പ്രഷർ മാറാറില്ല. പ്രഷറിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കഴിക്കണം. ഇപ്പം നമ്മൾ ഡോക്ടറാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് എടുക്കുക, എല്ലാ സമയവും ഒരേ നേരം തന്നെ എടുക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള ബിപിക്ക് മരുന്ന് കഴിക്കുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം. എല്ലാ നേരത്തും കൃത്യമായിട്ട്, ഇപ്പോൾ 8 മണിക്കാണ് എടുക്കുന്ന ആ 8 ഒരു സിംഗിൾ ഡോസ് മെഡിസിനാണ് 8 മണിക്ക് എടുക്കുന്നതാണ്, അത് 8 മണിക്ക് തന്നെ എടുത്തിരിക്കണം. അത് മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പല മരുന്നുകളെയും പോലെയല്ല, ബിപിയുടെ മരുന്നുകൾ ചിലപ്പോൾ അത് ഷൂട്ടപ്പ് ചെയ്യും. അതിന് ഒരു ആക്ഷൻ ഒരു ഇത്ര സമയം ഉണ്ടാവും. ഇപ്പോൾ 12 മണി 8 മണിക്കൂറുള്ള ആക്ഷൻ ഉള്ളതാണെങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് റീബൗണ്ട് ഇഫക്റ്റ് പോലെ വരാം. ചിലപ്പോൾ അത് 8 മണിക്കൂർ ശരിക്കും 12 മണിക്കൂറുള്ള മരുന്നായിരിക്കും, അപ്പം 8 മണിക്കൂറായിട്ട് തരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വന്നെന്നിരിക്കുകയില്ല, പക്ഷെ അത് വരാം. അതുകൊണ്ടാണ് എല്ലാ സമയത്തും സ്റ്റിക്ക് ചെയ്ത് കൃത്യസമയത്ത് തന്നെ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. ബിപിയുടെ കാര്യത്തിൽ അതാണ്. കാരണം നമ്മളെപ്പോഴും പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എപ്പോഴും കൂടി നിന്നോട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, നമ്മളെപ്പോഴും മരുന്ന് കഴിച്ച് 3ഉം 4ഉം മരുന്ന് കഴിച്ച് ബിപി 120/80 ആക്കി നിർത്താൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോയി, അല്ലെങ്കിൽ കയ്യിലുള്ള മരുന്ന് തീർന്നു പോയി, അല്ലെങ്കിൽ മരുന്ന് കാണാനില്ല, ഒരു നേരമോ 2 നേരമോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, നമ്മൾ പെട്ടെന്ന് 120 നിന്നിരുന്ന ആളുടെ ബിപി 200ഉം 220 120ലേക്കൊക്കെ കയറി പോകുമ്പോൾ ഈ അത്രയും ആ പ്രഷർ പെട്ടെന്ന് ആ വരുന്ന വേരിയേഷൻ താങ്ങാൻ നമ്മുടെ രക്തക്കുഴലുകൾക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് ചിലപ്പോൾ പൊട്ടാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹെമറാജിക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.